ഹലോ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അയല ഫ്രൈ ആണ്. അപ്പോൾ മത്തി ഫ്രൈ വൈറലായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അയല കൊണ്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇനി ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പൊടികളായ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇവ നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വാളൻ പുളി പിഴിഞ്ഞത്, കുടംപുളി ആണെങ്കിലും കുഴപ്പമില്ല, കുടംപുളി വെള്ളത്തിലിട്ട് ആ വെള്ളം ഒഴിച്ചാലും മതി തിളപ്പിച്ചത്. ഞാൻ ഇവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വാളംപുളി പിഴിഞ്ഞ വെള്ളം അല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് അയലയാണ്, അപ്പോൾ അതൊന്ന് ഇങ്ങനെ നിരത്തി കൊടുക്കാം. അതിലൊന്ന് നിരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് ഉപ്പുപൊടിയും കൂടി ചേർത്തിരുന്നു കേട്ടോ ഇതിൽ. അപ്പോൾ അതിലേക്ക് ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ അതിലത്തെ വെള്ളമെല്ലാം വറ്റി ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറച്ചിട്ട് ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ മറച്ചിട്ട് വേവിച്ച് കഴിഞ്ഞപ്പോൾ നല്ല അയല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അയല കൊണ്ട് ഞാൻ ഇവിടെ ഇരുമ്പുളി ഇട്ട് ഒരു ചാറ് കറിയും വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. ഓക്കേ.